അതിനു പുറമെ നിങ്ങൾ നമ്മുടെ സോഷ്യോളജി അധ്യാപകനെ ഒരിക്കലും മറക്കില്ല എന്നുള്ളതിനാണ് നിങ്ങൾ സാറിന്റെ സ്മരണയ്ക്കായി ഈ ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു മഹത്തായ പ്രവൃത്തിയായി ഞാൻ എന്നും ഓർക്കും. നിങ്ങളെല്ലാവരും അന്ന് കൊച്ചുകുട്ടികളായിരുന്നു, ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഓരോ കുടുംബക്കാരായി, ഉദ്യോഗസ്ഥരായി, വീട്ടമ്മമാരായി അങ്ങനെയൊക്കെ ഇരിക്കുന്ന നിങ്ങളെയും കൊച്ചുമക്കളെയും കണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മെഡിക്കൽ കുട്ടിയായ ഒരു കാലത്ത് എല്ലാവരും അതുപോലെ ഇപ്പോഴും നമ്മൾ അങ്ങനെ കരുതുന്ന നിങ്ങളെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ എത്ര വലുതായാലും ഇങ്ങനെ പറയുന്നതല്ല. ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും ചെറിയ ദുഃഖവും ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. സന്തോഷത്തിന്റെ കാരണം എനിക്ക് ഒരിക്കലും കരുതിയില്ല. ഒരു 15 വർഷത്തിന് ശേഷം എന്റെ കുട്ടികളെ ഒന്നിച്ച് വന്നിട്ട് കാണാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. അത് കാണാൻ കഴിഞ്ഞതിന്റെ അതിയായ സന്തോഷം. പിന്നെ അങ്ങോട്ട് നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ വരുമ്പോഴും അദ്ദേഹത്തിന്റെ വർത്താനം പറയാത്ത ഒരു ദിവസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അത് സാറായാലും ശരി തന്നെ. കാരണം നമ്മൾക്കൊക്കെ എത്രത്തോളം വേണ്ടപ്പെട്ട അധ്യാപകനായിട്ടൊന്നുമില്ല, നമ്മൾ കൂടാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, ഫിലോസഫികൾ പറയാറുണ്ട്, ഒരുപാട് പറയാറുണ്ട്. സാറപ്പഴൊരു പറയും അദ്ദേഹം ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിലും ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ആരാധ്യ പുരുഷനാണ്. കാരണം കൃഷ്ണനെ ദൈവമായിട്ടല്ല, ഏറ്റവും വലിയൊരു ഫിലോസഫറായിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളും എല്ലാം ഒരു പ്ലേറ്റോ പോലെയോ അരിസ്റ്റോട്ടലിനെ പോലെയോ ഒക്കെ ഉള്ള ഒരു തത്വചിന്തകനായിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹം ഗീതയുടെ വാക്കുകളും ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് അതെല്ലാം അവിടെ സ്റ്റാഫ് റൂമിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, നമ്മള് അറിയിക്കാറുണ്ട്. ലൈഫിൽ ഏത് സാഹചര്യങ്ങളിലായാലും ഏത് രീതിയിലുള്ള ജീവിതാവസ്ഥയിലായാലും അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി, അതിനകത്തൊരു സൃഷ്ടിപരമായ ഒരു കഴിവ് നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഇൻഫർമേഷൻ, ആ നോളജ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെ കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആക്കി മാറ്റാം. ഏത് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും അതൊരു ലിമിറ്റേഷൻ അല്ല, അതൊരു ക്രിയേഷന്റെ പാർട്ടാണ് എന്നാണ് സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനേക്കാളും വലിയൊരു ജീവിതപാഠം ഒരുപക്ഷെ ഒരു സോഷ്യോളജി ക്ലാസ്സിൽ നിന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് സോഷ്യോളജി ഈസ്. അതുകൊണ്ട് തന്നെയാണ് സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക സോഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ സാറിന്റെ ക്ലാസിന്റെ മോഡ്യൂൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങളെ ഒരു കൂടെ കാണുന്നതിന് നിങ്ങളുടെ രൂപം ഭാവം ഒരുകൂടെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കൂടെ കാണാൻ
നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒരേ കൂടെ ഉണ്ടാകുന്നത് വന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെ കാരണമായി തീർന്ന പ്രോഗ്രാമിന് ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. മൂന്നാമതായിട്ട്, കഴിഞ്ഞ വർഷം ഹ്യൂമാനിറ്റീസിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇത്രയും ഒരു കളർഫുൾ ആയിട്ടുള്ള റിസൾട്ട്, അത് ഈവൻ വിതൗട്ട് ഗ്രേസ് മാർക്ക് ഓഫ് NCCയുടെ ഗ്രേസ് മാർക്ക് കൂടാതെ ഉള്ള ലെവലിലെ അറ്റൈൻമെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംശയം. എന്തുകൊണ്ട് സാറിന്റെ ഓർമ്മകളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെമന്റോ, സാറിന്റെ ഓർമ്മകളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് പ്രൈസ് അത് കിട്ടാനായിട്ട് എന്തുകൊണ്ടും പ്രിൻസി ബി സലീം അർഹയാണ്. പ്രിൻസി ബി സലീം പഠിത്ത കാലത്ത് അല്ലെങ്കിൽ പ്ലസ് ടുവിനോട് പഠിക്കുന്ന സമയത്തിൽ കാണിച്ച തീക്ഷ്ണത, ആ ഒരു ഇന്റൻസിറ്റി, അത് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, അറ്റ്ലീസ്റ്റ് ആ ഒരു ബെഞ്ചിലെങ്കിലും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ളതാണെന്ന് ഞാൻ കീനായിട്ട് വാച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. എന്തുകൊണ്ട് അർഹതപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ്. ഇനിയുള്ള കാലഘട്ടത്തിലും ഇനിയുള്ള പഠിത്തത്തിലുമൊക്കെ ഈശ്വരന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യും. എന്തായാലും നല്ല വാക്കുകളിലൂടെ നിങ്ങളെ ഉത്തേജിപ്പിച്ച ചന്ദ്ര സാറ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കുന്നതിൽ ഒരു തെറ്റില്ല. കാരണം സാറിന് നിങ്ങളിപ്പോൾ 10-14 വർഷമായി ഇവിടെ നിന്ന് പോയിട്ട്, പക്ഷെ കണ്ടിട്ട് ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പിള്ളേരെ പോലെ തന്നെ ഇല്ല, വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും. പിന്നെ നമ്മുടെ വന്നപ്പോൾ തന്നെ എന്നോട് ടീച്ചറിനോട് സംസാരിച്ചു. ആദ്യം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നാലും അപ്പോഴും ഞാൻ പറഞ്ഞു, ആ മെലിഞ്ഞിരുന്ന കുട്ടിയല്ലേ, ആ അത്രയും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എവിടെയൊക്കെ കണ്ടാലും ഇപ്പം ഇറങ്ങി പോയ പിള്ളേരെ പോലെയൊക്കെ ഇരിക്കുന്നത്. പലരെയും സത്യം പറഞ്ഞാൽ എനിക്ക് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ മറക്കാത്തൊരു ബാച്ചാണ്. ഇവിടെ എന്നെ ആദരിച്ചപ്പോഴത്തേക്കും മനോജ് വന്ന് എന്നെ ആദരിച്ചപ്പോൾ സുരേഷ് പറഞ്ഞു, ടീച്ചർ എന്താ പറഞ്ഞു സുരേഷ്, നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. നല്ല ബന്ധം. അപ്പൊ എന്നെ എന്താ ടീച്ചർ എങ്ങനെയാണ് ബന്ധം? അപ്പൊ അത് തീർച്ചയായിട്ടും എനിക്ക് പറയണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2007 കാരണം നിങ്ങളെ ഈ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയി പോകുന്നത്. ആ ഒരു വർഷം എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഞാൻ ലീവ് എടുത്തു. നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാണാനില്ല, എന്നോട് വലിയ സ്നേഹമുള്ള കുറേ എല്ലാവരും വലിയ സ്നേഹമുള്ള കുട്ടികളൊക്കെയാണ്. 3 പേര് സൈക്കിളിലൊക്കെ വന്നത്. ഏതെങ്കിലും എൻ്റെ വീട് പോലെ അറിയില്ല, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, ഫോണില്ല, എങ്ങനെ തപ്പി പിടിച്ച് വന്നു ഇപ്പോഴും എനിക്ക് അതിശയമാണ്. 3 പേരും കൂടി വീട്ടിൽ വന്ന് മനോജ്, പിന്നെ സുരേഷ്, രഞ്ജു വീട്ടുകാർ ശ്രമിക്കില്ല പെട്ടെന്ന്, രഞ്ജുവിന് ഒരിക്കലും മറക്കില്ല. പിന്നെന്താ അങ്ങനെ 3 പേരായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പലരോടും അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഞാൻ വരാത്തതിൻ്റെ കാരണമെന്നൊക്കെ. അപ്പോൾ ഉത്തരം കിട്ടി കാണില്ല, കറക്റ്റ് ഒരു ഉത്തരം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്നതാണ് കാരണം ടീച്ചർ വരാത്തതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് എൻ്റെ മോളെ കാണാനായിട്ട് വെങ്ങാനൂരുള്ള എൻ്റെ വീട്ടിലും വന്നു. അതിനുശേഷം പിന്നീട് ഇടയ്ക്കൊക്കെ രഞ്ജുവിൻ്റെ വിവാഹത്തിന് എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയി. പിന്നെന്താ സുരേഷ് വിളിച്ചില്ല, മനോജ് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. മനോജ് എവിടെ നിനക്ക് ജോലി ചെയ്യേണ്ടത്? അത് തന്നെ സ്ഥലം പറ. നോർത്ത് ഇന്ത്യയിൽ കുറെ സ്റ്റേറ്റിലൊക്കെ പോയി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു തീർച്ചയായും. അപ്പൊ അവന്റെ അമ്മ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ടീച്ചർ അവനെ ഉപദേശിക്കും, നമ്മളും ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ മനോജ് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇനി നിന്റെ അമ്മ ഒത്തിരി കരഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു, അത് ആ സ്വഭാവം മാറ്റിയിട്ടല്ലാതെ ഇനി മേലെ നീ എന്നെ വിളിക്കരുത്. അപ്പൊ കുറെ വർഷങ്ങൾ വിളിച്ചില്ല. വർഷത്തിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതാണ്, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു എന്നെ എന്തുകൊണ്ട് നീ വിളിക്കരുത് എന്ന് പറഞ്ഞു. അതൊക്കെ മാറിയോ? മാറി ടീച്ചർ. ഇപ്പൊ ഞാൻ ഇവിടെ അമ്പലത്തിലാണ്, എൻ്റെ കാട്ടുകട അമ്പലത്തില് ശാന്തികാരനായിട്ട്. പിന്നെ എന്നിട്ട് ഞാൻ ഇപ്പൊ വീട്ടിൽ മൂന്ന് പേരും കൂടെ വർഷങ്ങൾക്ക് ശേഷം 10-14 വർഷമാകുന്നു തോന്നുന്നു, 3 പേരും കൂടി വീണ്ടും വന്നിരുന്നു. വളരെ സന്തോഷമുള്ള നിമിഷമായിരുന്നു എനിക്കത്. അപ്പോൾ അന്ന് ഞാൻ പോകുമ്പോഴത്തേക്കും മനോജിനോട് പറഞ്ഞു, ഇനി നീ എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും ഒരു കല്യാണ ലെറ്റർ കൊണ്ടായിരിക്കണം നീ വരേണ്ടത്, അല്ലാതെ നീ അപ്പോൾ അനുസരിക്കുമോ നോക്കണമല്ലോ. 30 വയസ്സൊക്കെ ആവുന്നുണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവരും. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ബാച്ച് തന്നെയാണ് നിങ്ങൾ
ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് തന്ന കുട്ടികൾ. പിന്നെ നിങ്ങൾക്ക് 14 വർഷത്തിന് ശേഷം ഇവിടെ വന്നത് നമ്മുടെ ബിജു സാറിൻ്റെ ഓർമ്മ അതിന് കൂടിയിട്ടാണ്. അത് ഒരു വിഷമം കൂടി തന്നെയാണ് തീർച്ചയായിട്ടും. സാറ് ചന്ദ്രശേഖർ സാർ വിശദമായിട്ട് പറഞ്ഞു. എനിക്ക് അതിൽ ചെറിയ കുടിചേർക്കൽ, ഞാനും അന്നത്തെ ഒരു സംഭവത്തിൽ ഒരു ചെറിയൊരു ഭാഗം എനിക്കും ഉണ്ടായിരുന്നു വിശുദ്ധം തന്നിരുന്നു ആ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് എക്സാം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു 2018 ഡിസംബർ 10. അപ്പോൾ എക്സാം 2 ദിവസം അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എക്സാം ഡ്യൂട്ടി ഇട്ട സമയമായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് എക്സാം ഡ്യൂട്ടി നോക്കുകയാണ്. ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുള്ളത്, സാർ പറഞ്ഞാൽ ഞാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറിങ്ങനെ സാറിൻ്റെ ചിരി അറിയാമല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അതെന്ന് പറയാണ്. എന്തോന്ന് ടീച്ചർ? ഞാൻ പറഞ്ഞു എക്സാം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. സാറ് അപ്പോൾ നാളെ തൊട്ട് വരണ്ടല്ലേ? ഞാൻ പെട്ടെന്ന് ആ സാറിനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ, എക്സാം ഡ്യൂട്ടി ഉള്ള ദിവസം വന്നാണ്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഞാൻ ആ ദിവസം ഓഫ് എടുത്തേക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, പല ദിവസം 2 ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് മതി. അങ്ങനെ ചിരിച്ചുകൊണ്ട് സാർ ക്ലാസ്സിൽ കയറി പോവുകയാണ്. ഞാൻ താഴെ സ്റ്റാഫ് റൂമിൽ ചെന്നൊരു 2-3 മിനിറ്റ് വരികയുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്കും ചന്ദ്രശേഖർ സാറിൻ്റെ കാറിൽ നമ്മുടെ അജി സാറിൻ്റെ അടിയിൽ തലവെച്ച് സാറിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാറിന് ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഒരിക്കലും മറക്കാതെ, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇയർ വരികയാണ് തോന്നുന്നു. ഉച്ചയ്ക്ക് ഒത്തിരി ചിലപ്പോൾ ആ കാര്യങ്ങൾ പറയാനുണ്ടായില്ല. അപ്പോൾ അത് പഠിച്ച കുട്ടിക്ക് തന്നെ സാറിൻ്റേതായിട്ടുള്ള അനുസ്മരണത്തിൽ നിങ്ങൾ കൊടുക്കുന്നത് അതും സാറിൻ്റെ ഒരു നന്മ തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് തന്നെ അറിയിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അച്ഛനും ഒക്കെ ഇവിടെയുണ്ട്. ഉച്ചയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു. പിന്നെ ഇനി എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചുമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പറയുക, നിങ്ങൾ അതിലേക്ക് എന്തായി. ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞ ബാച്ചിലുള്ളവർ എന്താ നല്ല നിലയിലെത്തിയപ്പോൾ ജീൻ പറഞ്ഞു, ജീൻ അധ്യാപകനാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയായി, എന്താണ് നിങ്ങളുടെ മേലില്ല എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എല്ലാം പറയുക. നിങ്ങളെല്ലാവരും കണ്ടതിൽ സന്തോഷം. പിന്നെ ഒരു അക്ഷരങ്ങൾ വെച്ചതിൽ ഒരുപാട് നന്ദി. ഈ ഒരു അവാർഡ് ഇവിടെ വന്ന് ഏറ്റുവാങ്ങാൻ ഇതൊരു വേദി ഒരുക്കിയ എൻ്റെ സീനിയേഴ്സിനോട് ഞാൻ ഒന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ നിൽക്കാനുള്ള ഏക കാരണം എന്ന് പറയാൻ ഞാൻ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് എൻ്റെ അധ്യാപകർക്കാണ്. കാരണം ഞാനൊരു ട്യൂഷന് പോലും പോയിട്ടില്ല. നിങ്ങൾക്കറിയാം ഹ്യൂമാനിറ്റീസാണ് ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയാൻ എക്കണോമിക്സും ഇംഗ്ലീഷുമാണ്. എക്കണോമിക്സ് പിന്നെ നമ്മുടെ കുമാർ സാറ് അടിച്ച് കുട്ടി പഠിപ്പിക്കുന്ന ടൈപ്പാണ്. ബോർഡിനെ വിളിച്ച് കണക്ക് ചെയ്യിപ്പിക്കുക, ഒരു കണക്ക് എൻ്റെ വീട്ടിൽ ചെയ്യിക്കുക, അങ്ങനെ സാറിൻ്റെ അഡ്മിഷൻ നടത്തി നമ്മളങ്ങനെ മുന്നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല, ഗ്രാമറാണ്, കൊണ്ടുപോയാൽ എല്ലാം പോകും. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ പേടിച്ചത് പക്ഷേ ഇംഗ്ലീഷ് തന്നെയാണ്. എൻ്റെ കയ്യിലൊക്കെ പോകും, എനിക്ക് മാർക്ക് വിചാരിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഗോഡ്ഫ്രി സാറ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിപ്പിച്ച സജ്ജന ടീച്ചറാണ്. ടീച്ചർ ഗോഡ്ഫ്രി സാറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. ടീച്ചറാണെങ്കിൽ നല്ല മലയാളം പഠിപ്പിച്ച്, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എൻ്റെ മലയാളമൊക്കെ പഠിപ്പിച്ച് നമ്മൾ ആ 10ാം ക്ലാസ്സിൽ അവർ പഠിപ്പിക്കുക. പക്ഷേ ഗോഡ്ഫ്രി സാർ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞതുപോലെ മുഴുവൻ ഇംഗ്ലീഷാണ്. സാർ പറയുമ്പോൾ പകുതി നമുക്കൊന്ന് മനസ്സിലാവും. പക്ഷേ സാറിൻ്റെ ആ ഒരു രീതി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, സാറിൻ്റെ ആ ഒരു രീതിയാണ് കറക്റ്റ് തോന്നുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് ഇത്ര ഡെവലപ്പ് ആകാൻ സഹായിച്ചത് സാറിൻ്റെ ആ ഒരു ക്ലാസ് തന്നെയാണ്. ഒരുപാട് സാർ ഹെൽപ്പ് ചെയ്തു. ഗ്രാമത്തിലാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരുപാട് സാറിൻ്റെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഒരു ട്യൂഷന് പോലും പോവാതെ ഇംഗ്ലീഷിൽ എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. ഞാൻ എപ്പോഴും പറയും സാറിന് ഇംഗ്ലീഷ് നല്ല പേടിയുണ്ട്. സാർ നീ പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്, എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് സാർ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു. ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതാൻ പറ്റി. എല്ലാ ക്രെഡിറ്റ് സാറിനാണ്. കാരണം വളരെ പേടിച്ച് പോയിരുന്ന് എഴുതിയിട്ട് പോലും നന്നായിട്ട് എഴുതാൻ സാധിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനോട് അപ്പുറത്തുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാറിൻ്റെ ഒറ്റ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്രയും മാർക്ക് കിട്ടിയത്. അതുപോലെ ചന്ദ്രശേഖർ സാറ് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾക്കും ഏറ്റവും ഫേവറേറ്റ് സാർ ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങളും ആദ്യം പറയുന്നൊരു പേര് ചന്ദ്രശേഖർ സാറിൻ്റെയാണ്. അത് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് പോലും സാറിൻ്റെ പേരെ പറയുന്നതായിരുന്നു. അത്രയ്ക്ക് ഒരു ബോണ്ടാണ് സാറുമായിട്ട്. ഭയങ്കര ഇതാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങൾ ക്ലാസ് സാർ ഗോഡ്ഫ്രി സാറാണ്. പക്ഷേ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ അത്രയും ഫ്രീഡം എടുക്കില്ല. എന്ത് കാര്യം വന്നാലും സാർ ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്ത്, ആ പൊളിറ്റിക്സ് സാറിൻ്റെ അടുത്ത് പറയും, സാറിനെ നോക്കിക്കോളും. ആ ഒരു ഇതാണ്. അത്രയ്ക്ക് ഭയങ്കര ഒരു കണക്ഷനായിരുന്നു സാറുമായിട്ട്. സാറ് സത്യം പറഞ്ഞാൽ സ്വന്തം മോളെ പോലെ എന്നെ നോക്കിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴും സാറായിരുന്നു. ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നപ്പോഴും സാറിൻ്റെ പീരീഡായിരുന്നു ആദ്യം. സാറ്
മോളെ അങ്ങനെ വിളിച്ച് തന്നെയാണ് സാറിനെ നോക്കിയിട്ടുള്ളത്. സത്യം എനിക്ക് സത്യം സാറിന്റെ സ്വന്തം മോളെ പോലെ സാറിനെ നോക്കിയിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു ഫാൾട്ട് എൻ്റെ ഭാഗത്ത് വന്നാലും സാറിനോട് പറയും അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലാണ് സാറിങ്ങനെ എന്താ മോളെ പോലെ ഇങ്ങനെ കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് കളയരുത്, നന്നായിട്ട് പഠിക്കണം, പേടിക്കൊന്നും വേണ്ട എന്നെങ്കിൽ സാറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി പറയുന്നു സാറിൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് പൊളിറ്റിക്സ് ആയിരുന്നു. സാർ പഠിപ്പിക്കുന്ന രീതി അത്രയ്ക്ക് രസമായിരുന്നു. കഥ പോലെ സാറിങ്ങനെ പറയുമായിരുന്നില്ല. ഞാൻ ഹിസ്റ്ററി എടുത്ത് പഠിക്കണം, തുടർ പഠനം ഹിസ്റ്ററി എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സാറിന്റെ ക്ലാസ് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയെ തുടങ്ങും. അപ്പം ഞാൻ ഇങ്ങനെ പൊളിറ്റിക്സ് എടുത്താലോ പറ്റിയില്ലെങ്കിൽ ഞാൻ ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്ത് ട്യൂഷന് പോവാം എന്നൊക്കെ പറയുമായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഹിസ്റ്ററിക്കാളും പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. 2 ഇയർ പൊളിറ്റിക്സിന് ഞാൻ വിചാരിച്ച ഒരു ഫുൾ മാർക്ക് കിട്ടി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സാറിനെയും സാറിനെ കൊണ്ട് തന്നെ എനിക്ക് സബ്ജക്റ്റിനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഹിസ്റ്ററി തന്നെ എടുത്തു. പൊളിറ്റിക്സ് ഒരു കോളേജിലുള്ളൂ, അത് ധനുച്ചരം യാത്രയ്ക്ക് ഒരു ടഫായതുകൊണ്ട് ഞാൻ ഹിസ്റ്ററി തന്നെ എടുത്തു. പിന്നെ ആശ ടീച്ചർ 2 വർഷം മലയാളം ടീച്ചറായിട്ട് ഭയങ്കര രസമാണ്. ടീച്ചറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ടാവും. ടീച്ചർ ഒരുപാട് വഴക്ക് പറയും. ആ പേരിൽ ടീച്ചറിൻ്റെ അടുത്ത് പിടക്കും. 2 ദിവസം ടീച്ചർ സംസാരിക്കൂല. പിന്നെ ടീച്ചർ ഇങ്ങോട്ട് വന്ന് മോളെ അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ടീച്ചറുമായിട്ട് ഭയങ്കര ഇതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞാൽ ടീച്ചർ എന്നെ മറക്കൂല. കാരണം സയൻസും ഹ്യൂമാനിറ്റീസും ഒരുമിച്ചായിരുന്നു മലയാളം ക്ലാസ്. ആ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചർ എപ്പോഴും ഏറ്റവും കൂടുതൽ ആക്കിയിട്ടുള്ളത് എനിക്കായിരിക്കും ടീച്ചറുടെ ക്ലാസ്സിൽ. അതുപോലെ അത്രയ്ക്ക് രസമാണ് ടീച്ചറുമായിട്ട്. പിന്നെ എനിക്ക് ടീച്ചറിനെ വിളിക്കും. ടീച്ചറ് അതൊരു അമ്മയെ പോലെ തന്നെ ടീച്ചർ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചറിൻ്റെ അടുത്തെന്ന് പറയാം. ടീച്ചറെല്ലാം സപ്പോർട്ട് ചെയ്യും, എല്ലാം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നല്ലൊരിതാണ്. പിന്നെ ശ്രീമാ ടീച്ചർ ഒരു പ്രിൻസിപ്പൾ നിലയ്ക്ക് ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രതീക്ഷയാണ്, നീ കൈവിട്ട് കളയരുത്. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പറയുമായിരുന്നു. പിന്നെ സാറ് പഠിപ്പിച്ച ലാസ്റ്റ് പേജ് ഞങ്ങളുടേതായിരുന്നു. വെറും 7 മാസം ഞങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ. ജൂണിൽ വന്നു, ഡിസംബറിൽ സാറ് പോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് വന്നില്ലായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ വന്നില്ലായിരുന്നു. പിറ്റേന്ന് എക്സാം തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആ പേര് ഞാൻ സ്റ്റഡി ലീവ് എടുത്തതാണ്. പക്ഷെ അത് പഠിക്കാൻ പറ്റില്ല. കാരണം ഒരു ഉച്ചയാകുമ്പോൾ തന്നെ വാർത്ത അറിഞ്ഞു. പിന്നെ ഫുള്ള് ഡൗണായി. ആ സമയത്ത് എക്സാം എങ്ങനെ എഴുതിയെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ എക്സാം സോഷ്യോളജി തന്നെയായിരുന്നു. സോഷ്യോളജി പേപ്പർ കിട്ടിയിട്ട് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് പരസ്പരം നോക്കുകയാണ്. എന്തെഴുതും, എങ്ങനെ എഴുതണം, മനസ്സിൽ സാറിൻ്റെ മുഖം മാത്രം. എന്തെഴുതണോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവസാനം എക്സാം എന്തൊക്കെയോ എഴുതിയിട്ട് സാർ പഠിപ്പിച്ച് എന്തൊക്കെയോ ഓർമ്മയുണ്ടെന്നത് മാത്രം എഴുതി കറങ്ങി വന്നു. പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ പൊളിറ്റിക്സ് സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാർ ഫൈനൽ എക്സാം എങ്ങനെ എഴുതുമ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം പഠിക്കാൻ പറ്റുന്നില്ല. സാറിൻ്റെ കുറവ് ഞങ്ങൾക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. പകരം ഒരു ടീച്ചർ വന്നു. പക്ഷേ ടീച്ചർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാറിൻ്റെ ആ ലെവൽ അങ്ങോട്ട് എത്തല്ല. ഞങ്ങൾക്ക് എന്താ സാറിൻ്റെ ഒരു കുറവ് നികത്താൻ ആരും കൊണ്ടും പറ്റാത്തോ അത്രയ്ക്ക് സാറ് ഒരു ഭയങ്കര ഇതായിരുന്നു. സാറും ഇതുപോലെ പൊളിറ്റിക്സ് സാറിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ സാറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാർ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. എന്നെപ്പോഴും സാർ ദേഷ്യപ്പെടുമ്പോൾ പോലും ചിരിയാണ്. ദേഷ്യം നമുക്ക് തോന്നില്ല. ക്ലാസ്സിലോട്ട് വരുന്നവർ വലിയ ചൂരിലൊക്കെ കൊണ്ടാണ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക, അടിയൊക്കെ തരും. അടിക്കുമ്പോഴും സാർ ചിരിച്ചുകൊണ്ട് മാത്രമേ സാർ അടിക്കുകയുള്ളൂ. എന്നിട്ട് അടിച്ചതിന് ശേഷം വീണ്ടും ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും. ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ ക്ലാസ് എടുത്തൊക്കെ പോകും. അപ്പോൾ സാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്നെക്കാളും മിടുക്കരായ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അഹങ്കരിക്കരുത് ഒരിക്കലും. ഇനി എത്ര മാർക്ക് കിട്ടിയാലും ഇനി എന്തൊക്കെ നേടിയാലും അഹങ്കരിക്കരുത്. അത് ചിലപ്പോൾ നിന്റെ ജീവിതത്തെ ഒരുപാട് തകർത്ത് കളയും എന്നിങ്ങനെ സാർ എപ്പോഴും പറയുന്നത്. എപ്പോഴും സാറിൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു വാക്കുകളാണ്, എന്തൊക്കെ നേടിയാലും അഹങ്കരിക്കരുത്. ഞാനെപ്പോഴും സാറിൻ്റെ ആ ഒരു വാക്കുകൾ മാത്രമേ ഓർക്കാറുള്ളൂ. എന്തൊക്കെ നേടിയാലും അഹങ്കരിക്കരുത്, എല്ലാവരും എപ്പോഴും നല്ല താഴ്മയോടെ പെരുമാറണം. ആ ഒരു സാറിൻ്റെ ആ ഒരു വാക്കുകൾ ഇപ്പോഴും പിന്നെ വല്ലാണ്ട് കൂടെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. സാറിൻ്റെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. സെക്കൻഡ് ഇയർ ആയിട്ട് അങ്ങനെ തന്നെയാണ് സാറിൻ്റെ ഒരു ഓർമ്മ. അത് ഞങ്ങളെ ഇന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ഇപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയും, ഇത് സാറ് എന്നൊക്കെ പറയാറുണ്ട്.
അത്രയ്ക്ക് ഒരു ബന്ധം സാർ. വെറും 7 മാസം ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടെങ്കിലും അത്രയ്ക്ക് വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു സാറുമായിട്ട്. സാറത്രയ്ക്ക് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതാണ് സത്യം. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും ഞാൻ മലയാളം ടീച്ചറെ കുറിച്ച് പിന്നെ ലക്ഷ്മണ സാറായിരുന്നു ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങളെല്ലാം പേടിപ്പിച്ചിരുന്നു. ലക്ഷ്മണ സാറാണ്, അടിയൊക്കെ കിട്ടും വിചാരിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ പേടിപ്പിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേറെ ഗസ്റ്റ് സാറായിരുന്നു, സെക്കൻഡ് ഇയർ ഇന്ദിരാജ് സാറായിരുന്നു. സാറും നല്ല ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ വലിയൊരു കണക്ഷൻ ഒന്നും സാറുമായിട്ട് ഉണ്ടായില്ല. കാരണം 1 വർഷത്തായിട്ട് സാറും ഞങ്ങളുടെ അത്ര ഭയങ്കര ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഹെൽപ്പായിരുന്നു സാർ. എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. നല്ല ഇതൊക്കെയായിരുന്നു സാറ്. എന്തായാലും സാറിവിടെ ഈ ഒരു അവസരത്തിൽ സാറിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കുമാർ സാറ്, ജവാഹർ സാറ്, ഗ്രാഫായിരുന്നാലും കണക്കായിരുന്നാലും എല്ലാം ഒരുപാട് നമ്മുടെ ബോഡിയെ കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ സാറിൻ്റെ ക്യാരക്ടർ. എന്താണ് സാറ് ക്ലാസ്സിന് പ്രിന്റ് നിർത്തി വരയ്ക്കൊക്കെ പറഞ്ഞ് ആരാണ് കിട്ടുന്നതെന്നൊന്നും നോക്കാതെ സാറ് ഭയങ്കരമായിട്ടൊക്കെ നമ്മളെ ഫുൾ മാർക്ക് എടുപ്പിക്കാനുള്ള ശ്രമമെല്ലാം സാറോടെ കാണിച്ചു. അപ്പോൾ സാറും ഒരുപാട് സഹായിച്ചു. സാറിനും ഞാൻ ഈ സമയം നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ എല്ലാ സാറന്മാർക്കും പിന്നെ എൻ്റെ അച്ഛനമ്മ വന്നിട്ടുണ്ട്, അവർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന ചന്ദ്രശേഖർ സാറ്, ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിരുന്ന പ്രൊഫസർ സാറ്, മലയാളം അധ്യാപികയായിരുന്ന ആശ ടീച്ചർ, ചില ടീച്ചർമാരുടെ അസാന്നിധ്യമുണ്ട്. എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്ന കുമാർ സാറ്, ഹിന്ദി ടീച്ചർ, സംസ്കൃതം ടീച്ചർ, അതുപോലെ തന്നെ സ്മിത ടീച്ചർ, അവരുടെയൊക്കെ അസാന്നിധ്യമുണ്ട്. അവരെയും ആദ്യം പ്രഥമമായിട്ട് വന്ദനം ചെയ്യുകയാണ്. അവിടെ വന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒന്നുകൂടെ വന്ദനം. ആക്ച്വലി ഇതൊരു ഫോർമൽ മീറ്റിംഗ് ആണെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ആദ്യം 2-3 പേരൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ദീപ് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. ഒരു വലിയ ഇമ്പാക്ട് ഇല്ലായിരുന്നു. പക്ഷേ ഈ കൊറോണയുടെ പശ്ചാത്തലം വന്നപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായി. വേറെ പരിപാടികളൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ബിസിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ബിസിയായിരുന്നു. പരിപാടികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഒരു വെർച്വൽ മീറ്റിംഗ് ഗ്യാദർ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ സാറിനെ ക്ഷണിച്ചു. ആ സമയത്ത് സാറിൻ്റെ എല്ലാ ഭാവുകളും ഉണ്ടായിരുന്നു. ഗോഡ്ഫ്രേ സാറിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഗോഡ്ഫ്രേ സാറേയും ജോയിൻ ചെയ്തു, നമ്മളോട് ഫേസ് ടു ഫേസ് സംസാരിച്ചു. ഇന്ന് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മുടെ ഓരോ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബിജു സാറിൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മൾ പങ്കുവയ്ക്കുകയായിരുന്നത്. അപ്പോൾ മനോജ് ചോദിച്ച ചോദ്യം, ഇങ്ങനെ ഓർമ്മകൾ മാത്രം പങ്കുവച്ചാൽ മാത്രം മതിയോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന ചോദ്യമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കടന്നുവരുവാൻ ഇടയായിട്ടുണ്ട്. ഇവിടുത്തെ പഠനങ്ങൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത് വലിയ വിലയേറിയതും മൂല്യമേറിയതുമായിരുന്നു. പ്രഥമമായിട്ട് ഞാൻ നമ്മുടെ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ബിജു സാറിനെ കുറിച്ചൊന്ന് ഓർക്കുകയാണെങ്കിൽ, സാറിൻ്റെ പ്രസൻസ് ഇറ്റ് വാസ് എ ടൈം ഓഫ് ലേണിംഗ്. സാറിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങൾ നൽകുന്നതാണ്. സാറ് നമ്മെ നോക്കിയാൽ അതൊരു പാഠമാണ്, എന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധ്യാപകൻ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് സാറ് ഞങ്ങളെ സെമിനാർ അവതരിപ്പിക്കാൻ നമ്മളിങ്ങനെ ഓരോ സൈഡ് ചരിഞ്ഞും ഇങ്ങനെയൊക്കെ എന്ന് സംസാരിക്കുമ്പോൾ സാറ് നമ്മളെ കറക്റ്റ് ചെയ്ത് പറയും, വെൻ യു സ്റ്റാൻഡ് യു ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്ന പോലെ നമ്മൾ സ്ട്രൈറ്റ് 2 കാലും നിലത്തുറപ്പിച്ചിട്ട് വേണം നിങ്ങൾ നിന്ന് സംസാരിക്കാൻ. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും എഫക്റ്റീവായി തീരുന്നത്. അത് ഞാൻ പലരും സംസാരിക്കുന്ന വേളയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഓരോ ബോഡി ലാംഗ്വേജ്. ഞാൻ ഡെറാഡൂണ് എൻ്റെ ഉപരിപഠനത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ പോയപ്പോൾ അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കാര്യം വളരെ സംഭവ വികാസം നല്ലൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ആർക്കും ശ്രദ്ധിക്കാനുള്ളൊരു, അദ്ദേഹം പല രീതിയിലൊക്കെ നിന്ന് ചാഞ്ഞ് ചരിഞ്ഞ് തൂങ്ങിയൊക്കെ. അപ്പൊ ഞാൻ ബി സാറിനെ ഓർക്കുവാൻ്റെ ബി സാറ് പഠിപ്പിച്ച വിഷയം സോഷ്യോളജിയാണ്. സോഷ്യോളജിയിൽ സെമിനാർ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യോളജിക്കകത്ത് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചിലപ്പോഴെങ്കിലുമൊക്കെ ഉഴപ്പി നമ്മൾ ചെയ്തിട്ടുള്ള അനേകം സെമിനാറുകൾ അസൈൻമെന്റ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ, ഡിബേറ്റ് ചെയ്യുമ്പോൾ
വളരെ അതിശക്തമായിട്ട് ചന്ദ്രശേഖർ സാർ പറഞ്ഞ പോലെ ഒച്ചത്തിലൊന്നും അല്ല എങ്കിലും വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഗൗരവമായിട്ട് അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റുകളും വളരെയധികം ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു സോഷ്യലൈസേഷൻ എന്ന പ്രോസസ് ഞങ്ങളെല്ലാം ഈ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം പലർക്കും സയൻസ് നമ്മൾ കുറച്ച് കാണുകയല്ല, സയൻസിലോട്ട് നമുക്ക് പ്രവേശനം ലഭിച്ചുവെങ്കിലും ഹ്യൂമാനിറ്റീസ് ഞങ്ങൾ പലരും ചൂസ് ചെയ്തതാണ്. അതിന്റെ കാരണം ചന്ദ്രശേഖർ സാർ പറഞ്ഞ പോലെ നമ്മുടെ പഴയ പ്രിൻസിപ്പാളായിരുന്ന ലക്ഷ്മണൻ സാറിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസിനകത്ത് 2 വരയിട്ട് 2 കുത്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആൻ അൺഎൻഡിങ് ചാപ്റ്റർ. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരും ഇത് തിരഞ്ഞെടുത്തത്. എനിക്ക് ശേഷം ഈ അനേകം പേര് ഇവിടെ വന്ന അവരുടെ അനുഭവങ്ങൾ പറയുമെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ ശക്തമായിട്ട് കാര്യങ്ങളെ ഗൗരവമായിട്ട് കാണുവാനും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് പകരുന്നതിൽ ഈ സ്കൂൾ വഹിച്ച പങ്ക് വളരെ സുസ്ഥിരമാണ്. പണ്ട് കാലങ്ങളിൽ PDC ആയിരുന്നു, പ്രീ ഡിഗ്രി ആയിരുന്നു, കോളേജ് കുമാരന്മാരുടെ കാലഘട്ടം. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കോളേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ലഭിച്ചത് ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഗ്രാമാന്തരീക്ഷമാണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസത്തിന്റെ വളരെ നിഷ്കർഷമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഈ സ്കൂളിൽ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് വളരെ ഹയർ. പല സ്കൂളുകളിലും കേട്ടിട്ടുണ്ടോ ഡിസിപ്ലിൻ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്, അതൊക്കെ മിസ്സായി പോവോ എന്ന് എവിടെയാ പഠിക്കുന്നത്? ഈ കോട്ടുകാർക്കാണ് പഠിക്കുന്നത്. എന്തിന് അങ്ങ് കാട്ടാക്കടയിൽ നിന്ന് കോട്ടുകാർക്കോണം വന്ന് പഠിക്കുന്നു? എന്റെ ചേട്ടൻ ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ്, ഇവിടെ പ്ലസ് 2 പഠിച്ചതാണ് എന്റെ ചേട്ടൻ ജോസ്രാജ്. ഇവിടെ പഠിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡിസിപ്ലിൻ ആൻഡ് ദി അക്കാഡമിക് സ്റ്റാൻഡേർഡ് ദാറ്റ് ദേ മെയിൻറ്റെയിൻ. അങ്ങനെ ഉന്നത നിലവാരം അക്കാദമിക് നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ സ്കൂളിന്റെ ഭാഗമായി തീരുവാൻ, അതിന്റെ ഒരു വിദ്യാർത്ഥികളായി തീരുവാൻ നമുക്ക് ലഭിച്ച അവസരം വളരെ ഭാഗ്യമായി കണക്കാക്കുന്നു. ഓരോ അധ്യാപകരെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അവിടെ നിന്ന് പറയുന്ന കണ്ണ് കൈ കാണിച്ചൊന്ന് നിർത്താനാണ് പറയുന്നതെന്ന് തോന്നുന്നു. പൊളിറ്റിക്കൽ സയൻസ് സാറിന്റെ ക്ലാസ്സുകളെല്ലാം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി ഒരു കൂട്ടായ്മയാണ്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ നെയ്യുന്ന എന്ന ഒരു പാട്ടിന്റെ ശകലമാണ് രഞ്ജു ഇവിടെ കുറിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓർത്തെടുക്കുകയാണ്. പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടതായിത്തീരും. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഡിബേറ്റ് ചെയ്ത പല വിഷയങ്ങളുണ്ട്. ഡിബേറ്റ് അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുക. ഗോഡ്ഫ്രേ സാർ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് അക്വയറിംഗ് നോളജ് ബട്ട് റാദർ ക്രിയേറ്റിംഗ് ദി നോളജ്. അങ്ങനെ ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഡിബേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും നമ്മളങ്ങ് പറയുകയാണ്. ഇപ്പോഴും ഓർക്കുന്ന ഗ്ലോബലൈസേഷനെ കുറിച്ച് നമ്മൾ നടത്തിയ ഡിസ്കഷൻ അവിടെ കൈയടിക്കുകയാണ്. അവിടെ ഇപ്പോഴും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ പറഞ്ഞ് പോയിന്റുകൾ പറഞ്ഞ് ദീർഘനേരം ഡിബേറ്റ് ചെയ്തത് ഞങ്ങളുടെ സംസാര ശേഷി, അതായത് ഒരു സമൂഹത്തിൽ, ഒരു പൊതുസമൂഹത്തിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇതും അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിനൊരു തീരുമാനമെടുക്കുന്നതിനും ഒക്കെ വളരെയധികം പ്രായോഗികമായിട്ട് നമ്മെ സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓർക്കുന്നുണ്ട് നമ്മുടെ ഗോഡ്ഫ്രേ സാറിന്റെ ഇംഗ്ലീഷ് കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷാണ്. പക്ഷേ ഏറ്റവും ഗുണം ചെയ്തത് എനിക്കാണ്. കാരണം എങ്ങനെ ഒരു ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് ഇത്ര ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് ഗോഡ്ഫ്രേ സാറിന്റെ ക്ലാസ് ആയിരുന്നു. ഒരിക്കലും താൻ മലയാളം ഉപയോഗിക്കുന്നത്, അതാണ് ദാറ്റ് ഈസ് ദി റൈറ്റ് വേ ടു ടീച്ച് ഇംഗ്ലീഷ്. ഐ റിയലി കൺഗ്രാറ്റുലേഷൻ ഫോർ ദാറ്റ്. ഇംഗ്ലീഷിൽ തന്നെ കൈകാര്യം പഠിക്കണം. 2 വയസ്സുള്ള കുഞ്ഞ് അമേരിക്കയിൽ ജനിച്ച കുഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ 10-15 വർഷം എടുത്തിട്ട് പഠിക്കുന്നത്. കാരണം എന്താ? അവർ അതുകൊണ്ടാണ് സംസാരിച്ചത്. ആ ഒരു ഇതിലാണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിനെ ഉയർത്തി പറയാൻ, ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് ചിലർക്ക് വിരോധമുണ്ട്, പച്ച മലയാളം പറയണമെന്നാണ്. അതുകൊണ്ടാണ് എന്റെ ഭാഷയിനകത്ത് 2 കൂടെ ചേർത്ത് പറയുന്നത്. ആ ഇംഗ്ലീഷിന്റെ മീനിങ് ഇംഗ്ലീഷിൽ തന്നെ പറയാം. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് സാറ് ഇങ്ങനെ പറയാൻ കാരണം? ഇംഗ്ലീഷ് കൊണ്ട് തന്നെ ഒരു മീനിങ് മനസ്സിലാക്കണം. അതിന്റെ അടുത്ത പഠനങ്ങളിൽ ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, എനിക്ക് മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല. സെമിനാരി സെറ്റപ്പിനകത്ത് യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതർവൈസ് യു ഗെറ്റ് ഫൈൻ, 5 rupees 10 rupees ഫൈനോട് കൂടി. അപ്പം മലയാളം പറയാൻ പറ്റത്തില്ല, ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും. അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം? അപ്പോൾ സംസാരത്തിലൂടെ ഒക്കെ ഈശ്വര കൃപയാൽ പഠിക്കുവാൻ സഹായിക്കും.
മലയാള ടീച്ചറിനെ കുറിച്ച് ധാരാളം പറയാൻ ഇവിടെ ഞങ്ങൾ ഹിന്ദിയായിരുന്നു. ഹിന്ദിയുടെ ടീച്ചറും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും പലരും മിസ്സിംഗ് ആണ്. സോണിയൊക്കെ ആയിരുന്നു ഹിന്ദിയിലെ ഏറ്റവും സോണി, ശ്രീജ, അവരൊക്കെ നമ്മൾ അതിന്റെ ABC അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് തലയാട്ടുമ്പോൾ തന്നെ ടീച്ചർ സന്തോഷമാണ്. ടീച്ചർ അങ്ങ് പൊയ്ക്കോളൂ. നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ മറ്റുള്ളവരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ടീച്ചർ അവൻ മനസ്സിലായെന്ന് പറയാം, ടീച്ചർ അങ്ങ് പൊയ്ക്കോളൂ. ടീച്ചറിന്റെ സന്തോഷം നമുക്ക് സന്തോഷമാണ്. പക്ഷേ ആ ഹിന്ദി ഭാഷ പഠിച്ചത് മനോജ് പലപ്പോഴും പറയും ഞാൻ ഹിന്ദി എടുത്തില്ല, മലയാളം എടുത്തത് പോസിറ്റീവ് ഉണ്ടെങ്കിലും വടക്കേന്ത്യയിൽ പോയപ്പോൾ വെള്ളം കുടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വടക്കേന്ത്യയിൽ പോയപ്പോൾ ഖാന, പീന, സോന ഈ 3 വാക്കെങ്കിലും മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്മിത ടീച്ചറിന്റെ കാര്യവും അതോടൊപ്പം തന്നെ ഒരു സൈഡ് ഗോഡ്ഫ്രേ സാർ വളരെ ഹൈ ആയിട്ട് പോകുമ്പോൾ സ്മിത ടീച്ചർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുവാനും നമുക്ക് വളരെ സഹായം ചെയ്യുവാൻ ഇടയായിട്ടുള്ളൂ. ലക്ഷ്മണ സാറിന്റെ ഓരോ സമയത്ത് നമ്മൾ ഓർത്ത് ലക്ഷ്മണ സാർ വരുന്നത് ചൂരൽ കമ്പ് കൊണ്ടാണോ അല്ലയോ എന്നുള്ളതാണ്. ചൂരൽ കമ്പ് കൊണ്ടാണെങ്കിൽ ഞങ്ങൾ വളരെയധികം സൈലന്റ് ആണ്. അതാണ് നമ്മുടെ അങ്ങനെയുള്ള ഓർമ്മകൾ പുതുക്കുക. എനിക്കറിയാം എൻ്റെ സമയം ഞാൻ അല്പം നേരെ എടുക്കുകയാണ്. ഈ ഒരു ചെറിയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഈശ്വര കൃപയാൽ ഞാനായിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളോട് പറയുവാൻ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറയുവാൻ ഇവിടുത്തെ +2 പഠനം കഴിഞ്ഞതിന് ശേഷം അന്നൊക്കെ ചിലരെങ്കിലും എന്നെ കളിയാക്കി പാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ BTHന് വേണ്ടി കടന്നുപോയി. അത് കഴിഞ്ഞ് MDiv കഴിഞ്ഞു. MDiv കഴിഞ്ഞതിന് ശേഷം അവിടെ ചെയ്ത ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. പൗലോസ് Pauline writings and its effective for the journalism in India എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പബ്ലിഷ് ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാഗ്പൂരിൽ 1 വർഷം സെമിനാരി അധ്യാപകനായിട്ട് ഇരിക്കുവാൻ സഹായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ ഡെറാഡൂൺ എന്ന സ്ഥലത്ത് സെമിനാരിയിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് തിയോളജി MTH ചെയ്യുവാൻ ഈശ്വര കൃപയാൽ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഫാമിലിയായി കുടുംബമായിട്ട് ഞങ്ങൾ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണത്തിൽ ഒരു സെമിനാരിയിൽ 1.5 വർഷക്കാലം അധ്യാപക ചെയ്യുവാൻ ഇടയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ BTHും MDiവും പഠിച്ച അതേ സെമിനാരിയിൽ തിരിച്ചു വന്ന് അവിടുത്തെ ഒരു പൊസിഷൻ അക്കാഡമിക് ഡീൻ എന്ന പൊസിഷൻ അവിടെ പഠിച്ച അധ്യാപകരാണുള്ളത്. അവരുടെ ഒക്കെ ഒരു നേതൃത്വം കൊടുക്കുന്ന നിലയിൽ ഈശ്വര കൃപയാൽ ആകുവാൻ ഇടയായിരുന്നു. അതോടൊപ്പം തന്നെ 2 പുസ്തകങ്ങളും എഴുതുവാനും 1 പുസ്തകം എഡിറ്റ് ചെയ്യാനും അനേകം ആർട്ടിക്കിളുകൾ എഴുതുവാൻ ഇടയായിരുന്നു. അതോടൊപ്പം തന്നെ ഫിലിപ്പീൻസിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈശ്വര കൃപയാൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് പറയട്ടെ, എൻ്റെ അടുത്തൊരു ചുവടുനിലയിൽ ഈ ഒരു ജനുവരി 30-ാം തീയതി കൂടിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. ഈ വരുന്ന മാസങ്ങളിൽ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ പഠനത്തിന് വേണ്ടി ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കാനിടയായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ബോണിൽ എൻ്റെ PhDക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ ഈ മാർച്ച് ചിന്തിക്കുകയാണ്. അതിലെല്ലാം എൻ്റെ ബേസ് ആയി തീർന്ന ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന 10ാം ക്ലാസ് വരെ ജനറലാണ്. ഹ്യൂമാനിറ്റി +2ലേക്ക് വരുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹ്യൂമാനിറ്റീസിന്റെ അടിത്തറ പാകിത്തുന്ന എല്ലാ അധ്യാപക വൃന്ദങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ സ്കൂളിനും ഓർമ്മയിലായിരിക്കുന്ന ബിജു സാറിന്റെ ഓർമ്മയിലും കടന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുകയാണ്. ഈശ്വരൻ നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം തന്നത് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ അധ്യാപകർ തന്ന ശിക്ഷണമാണ്. എനിക്ക് ധാരാളം അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ വളരെ മാർക്ക് കുറഞ്ഞാണ് ഞാൻ +2 അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ലക്ഷ്മണ സാറിനോട് പപ്പ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇവനെ അടിച്ച് നേരെ ആക്കണമെന്ന് പപ്പയോട് പറഞ്ഞു. അങ്ങനെ തന്നെ ലക്ഷ്മണ സാറ് നമ്മുടെ എക്കണോമിക്സ് സാറൊന്നും അധികം അടിക്കാറില്ല. സാറ് ശരിക്കും ഉപദേശിക്കാനുള്ളത്. നമ്മുടെ ലക്ഷ്മണ സാറ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിട്ടിയിട്ടുള്ള നമ്മുടെ കുമാർ സാറിൻ്റെ എക്കണോമിക്സ് സാറിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക് അതുപോലെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന അതേ കണക്ക് ഒരു ഇല്ലാതെ തന്നെ അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നവരെ കൈയൊക്കെ പൊട്ടി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ അടിയുടെയൊക്കെ ഒരു ഫലം, ശിക്ഷണത്തിൻ്റെ ഒരു ഫലമാണ് ഞാനും നിങ്ങളൊക്കെ ഇന്ന് ഇത്രയും സന്തോഷത്തോടുകൂടി ഓരോ സ്ഥാനങ്ങളും ദൈവമാക്കിയിരിക്കും. ദൈവം അനുഗ്രഹിച്ചതല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇതിലൂടെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ FCCയിലായിരുന്നു.
അപ്പോൾ ബിജു സാറിൻ്റെ ഏകദേശമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്കും അധികമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം. NCCയിൽ സാറിൻ്റെ ഒരു പവർ, നമ്മുടെ ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള പാഠങ്ങളൊക്കെ ബിജു സാറിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചു. ഇതൊക്കെ അനുഭവിക്കുവാനും ഇവിടെ പഠിക്കുവാനും എല്ലാത്തിനും ദൈവം ഒരു ഭാഗ്യം തന്നതാണ്. അത് ഇനി തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ അനുഗ്രഹവും ഇനി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിജു സാറിന് വേണ്ടിയുള്ള സ്മരണ എന്നൊരു രീതിയിൽ തുടങ്ങി 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂട്ടായ്മ. ആ ഒരു കൂട്ടായ്മയിൽ ഒരു 45-46 പേരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇതിലൊരു മിനിമം ഒരു 30 പേരെങ്കിലും പങ്കെടുക്കുമെന്നുള്ളൊരു 100% ഉറപ്പ് വേറെ ആർക്കുമില്ലെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത്. ഒരു NCC ക്യാമ്പിൽ പോയി. ഇവിടെ സുരേഷിനും അറിയാം, മനോജിനും അറിയാം, ആസ്തിനും അറിയാം. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്, അച്ഛനെയും അമ്മയും കാണണം. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് മാറിയിട്ടില്ല. വീട്ടിൻ്റെ ആ ഒരു മറവിട്ട് പുറത്തു വരുന്നതിനെ എന്നെ ഞാൻ പറയുന്നത് എന്നെ വളരെയധികം സഹായിച്ചത് സാർ തന്നെയാണ്. അതുപോലെ ഞാനും മനോജ് ഇടയ്ക്കൂടെ വരാറുണ്ട്. വരുന്ന സമയത്ത് അവിടെ ഒരു ചെയറുണ്ട് നമ്മുടെ സാറിന് അടുത്തായിട്ട്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിരിച്ചും കൊണ്ട് സാറ് സംസാരിക്കും. എന്തടാ അല്ലെങ്കിൽ എന്തിനു വന്നു, വെറുതെ വന്നെന്ന് പറയും ആ സന്തോഷം. ഈ ഒരു 2 വാക്കെന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുത്. നമുക്ക് അതിലോട്ട് എത്തിപ്പെട്ടാൽ നമ്മൾ ആരെക്കൂടി പറ്റിയെന്ന് വരില്ല. സാർമാർ ടീച്ചർമാർ നമ്മൾ അന്നും ഇന്നും ഈ 15 വർഷം കഴിഞ്ഞെങ്കിൽ നമ്മൾ തന്നെയാണ്. ആ നാളെ മാറാത്ത, കുറച്ച് പേരുടെ മുഖത്തോടെ സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു കുട്ടികൾ തന്നെയാണ്. ഇങ്ങനെയെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം തന്നത് ഈ സാർ തന്നെയാണ്. ആ NCC ക്യാമ്പ്, ആ ക്യാമ്പ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വളർത്തുന്നു. അത് ഒരു പരിധി കഴിയുമ്പോൾ അവർ നമ്മളെ തട്ടിക്കളയുന്നില്ല. പക്ഷെ നമ്മൾ അവരിൽ നിന്നും വിട്ട് ഒരു ശക്തമായ ഒരു ജീവിതം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാറുമാരുടെ സാന്നിധ്യം വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും എല്ലാം വന്ന ദിവസം മുതൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അതിൻ്റെതായ എന്താ പറയുക സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും ഉച്ചവരെ നമ്മളെ കാണാത്തത് കൊണ്ട് ഒരു 11:45 കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു, രഞ്ജു നിങ്ങൾ ആരെയും കൂടെ കാണാൻ നാളെ നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടോ എന്നാണ് സാർ ചോദിച്ചത്. അത്രയും നമ്മൾക്ക് വേണ്ടി ആ ഒരു സമയമെങ്കിൽ സാർ മാറ്റി വെച്ചെങ്കിൽ നമ്മൾ ആ ഒരു ഒത്തൊരുമയിൽ അവർ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് 2-3 നാളുകൾക്ക് ലീവാണ്. എന്നിട്ടും നമുക്ക് വേണ്ടി രാവിലെ ഞാൻ മനോജെത്തിയപ്പോൾ തന്നെ സാറും കോൺഫി സാറും എത്തിക്കഴിഞ്ഞു. ടീച്ചർ എന്തെങ്കിലും ചോദിച്ചു 9 മണിക്ക് വരണോ, 8 മണിക്ക് വരേണ്ട എന്ന് പറഞ്ഞു സംസാരിക്കാൻ മതി. അതുകൊണ്ടാണ് ടീച്ചർ ലേറ്റായി മുമ്പായിരിക്കും വന്നത്. അല്ലെങ്കിൽ ടീച്ചർ രാവിലെ വരാൻ പറ്റും. പക്ഷെ നമ്മളിലുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേർ, ഒരു 5-6 പേർക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയില്ല, വരാൻ പറ്റില്ല. ഈ മഹാഭാരിയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഇവിടെ ഒരു അവസരം ഒരുക്കിയത്. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും സഹിതം നമ്മളെ കൂടെ നിന്ന ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ടീച്ചറിന് ആദ്യമായി നമ്മുടെ പൊളിറ്റിക്സ് അധ്യാപകനായ അല്ലെങ്കിൽ 2 വർഷം നമ്മളെ സഹിച്ച എന്ന് തന്നെ പറയാം. ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ സാറ് പല രീതിയിൽ നമ്മളെ സഹിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സകല ശക്തിയോടുകൂടി സാറ് വലുതായിട്ടൊന്നും വടി കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തോ 1-2 ക്ലാസ് സെക്കൻഡ് ഇയർ വെച്ചെന്തോ എടുത്തിട്ടുള്ളതാണ് ഒരു ഓർമ്മയുള്ളത്. അതുപോലെ സാർ ഇവിടെ വന്ന ദിവസം മുതൽ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചോദിക്കും, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മളെ നല്ലൊരു രീതിയിലേക്ക് നയിക്കുന്നതിന് സാർ ഒരുപാട് പങ്കുവച്ചു. അങ്ങനെ സന്നിധിക്കുന്ന സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പറയുന്നത് നമ്മളെ ആശ ടീച്ചറാണ്. ടീച്ചറിനെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ പ്രിൻസി പറഞ്ഞതുപോലെ ടീച്ചറുടെ അമ്മ തന്നെയാണ്. കാരണം എപ്പോഴും വേണോ വിളിക്കാം, എന്ത് വേണോ പറയാം, എപ്പോഴാണോ വീട്ടിൽ കയറിച്ചല്ല. ടീച്ചർ കയറിയിരിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട് പോലെ തന്നെയാണ് അതിനകത്ത് കയറി പോകുന്നത്. നമുക്ക് തോന്നാത്തൊക്കെ പോയിരിക്കും, എന്തെങ്കിലും കഴിക്കാൻ കിട്ടില്ല, നല്ല രീതിയിൽ കഴിക്കാൻ കിട്ടും. നമുക്ക് വിളിച്ച് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ടീച്ചർ നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കും. കഴിച്ചിട്ടൊക്കെ നമ്മൾ സന്തോഷത്തോടെ പോകും. ഓക്കെ, ആ
ആ ഒരു ബന്ധം നിലനിർത്തുന്നതുകൊണ്ട് ടീച്ചറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു അവസാനം വേണ്ടേ? ആ അവസാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ടീച്ചറിനോട് ഇനി പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രിൻസിക്കും പ്രിൻസിയുടെ അമ്മയ്ക്കും പ്രിൻസിയുടെ അച്ഛനുമാണ്. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ഇങ്ങനെ ഇത്രയും ലെവലിൽ എത്തിച്ച അധ്യാപകർ, നിങ്ങൾ രക്ഷകർത്താക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ കൂട്ടുകാർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന കുറച്ച് പേരുണ്ട്. അവർക്കും ഞാൻ എൻ്റെ പേരിലും നിങ്ങളെല്ലാവരെയും പരസ്പരം ഓരോരുത്തരുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ